ബി.ജെ.പിയെയും ആർ.എസ്.എസിനെയും പരാജയപ്പെടുത്താൻ വിശാല സഖ്യം അനിവാര്യമെന്ന് CPIM. ഇന്ത്യ സഖ്യം ശക്തിപ്പെടുത്താൻ നടപടികൾ സ്വീകരിക്കുമെന്ന് പോളിറ്റ് ബ്യൂറോ അംഗം ബൃന്ദ കാരാട്ട് പറഞ്ഞു. The understanding of the BJP and RSS is concerned, there is absolutely no issue here. We are all strongly united on fight against the BJP and the RSS. There are no ifs and buts on this. We are very clear that to defeat the BJP and RSS, a wider platform of secular parties is extremely necessary. വിവരങ്ങളുമായി മധുരയിൽ നിന്ന് ബൽറാം നെടുങ്ങാടി ചേരുന്നുണ്ട്. ബൽറാം, ഇന്ത്യ സഖ്യത്തിന് രൂപം കൊടുത്തത് തന്നെ ബി.ജെ.പിയെയും ആർ.എസ്.എസിനെയും പരാജയപ്പെടുത്തുക എന്നുള്ള ഒരു ഐഡിയോളജിയിൽ തന്നെയല്ലേ? പക്ഷേ ഇന്ത്യ സഖ്യത്തിൽ പലപ്പോഴും പല പൊട്ടിത്തെറികളും പല യോജിപ്പില്ലായ്മയും നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് അവർ ഈ ശക്തിപ്പെടുത്തൽ നടപടികൾ സ്വീകരിക്കുമെന്നാണ് ബൃന്ദാക്കാരായിട്ട് പറയുന്നത്? ശ്രീനിത, ഈ കാര്യത്തിൽ പാർട്ടി കോൺഗ്രസിൻ്റെ പ്രധാന അജണ്ടകളായി 3 കാര്യങ്ങളാണ് ബൃന്ദ കാരാട്ട് വിശദീകരിച്ചത്. അതിൽ ഒന്ന് പാർട്ടിയുടെ സ്വതന്ത്രമായ ശക്തി വർദ്ധിപ്പിക്കുക, രണ്ടാമത്തേതാണ് BJPക്കെതിരെ ആയ പോരാട്ടം, അതിനായി മറ്റ് മതേതര ജനാധിപത്യ പാർട്ടികളെ കൂടെ ചേർത്തുകൊണ്ടുള്ള ഒരു പോരാട്ടമാണ് പാർട്ടി മുന്നോട്ട് വയ്ക്കുന്ന ആശയം എന്നുള്ളത്. ഇതോടൊപ്പം തന്നെയാണ് പാർട്ടിയുടെ മുൻ ശക്തി കേന്ദ്രങ്ങളായിരുന്ന ബംഗാളിലും ത്രിപുരയിലും തിരിച്ചു വരിക എന്നുള്ളത്. ഈ BJPക്കും RSSനും എതിരായ പോരാട്ടത്തിൽ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ BJPയെയും RSSനെയും പരാജയപ്പെടുത്താൻ രാജ്യത്തെ മതേതര ജനാധിപത്യ പാർട്ടികളെ ഒന്നിച്ചു ചേർത്തുള്ള ഒരു ഇന്ത്യ സഖ്യ രൂപീകരണം അത് വലിയൊരു പരിധിവരെ വിജയിച്ചു എന്നാണ് പാർട്ടിയുടെ രാഷ്ട്രീയ പ്രമേയ രേഖ തന്നെ വിശകലനം ചെയ്യുന്നത്. എന്നാൽ അത് ഒരു ലോക്സഭാ തിരഞ്ഞെടുപ്പ് മാത്രം ലക്ഷ്യം വെച്ചുള്ള ഒരു സഖ്യമായിരുന്നു ഇന്ത്യ സഖ്യം എന്നുള്ളത്. അത് കഴിഞ്ഞുണ്ടായ നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ അത്തരത്തിലുള്ള ഒരു സഖ്യം ദൃശ്യമായില്ല. ഇക്കാര്യവും ബൃന്ദ കാരാട്ട് വിശദീകരിക്കുന്നു. എന്നാൽ തുടർന്നുള്ള പോരാട്ടത്തിൽ BJPയെയും RSSനെയും പരാജയപ്പെടുത്തുന്നതിനായി പരമാവധി പാർട്ടികളെ, പ്രതിപക്ഷ പാർട്ടികളെ, മതേതര ജനാധിപത്യ പാർട്ടികളെ ഒന്നിച്ചു നിർത്തി ഒരു സഖ്യം എന്നു തന്നെയാണ് പാർട്ടിയുടെ നിലപാട് ഈ ഘട്ടത്തിലും എന്നാണ് ബൃന്ദ കാരാട്ട് വിശദീകരിക്കുന്നത്. ഇതിനായി കൂടുതൽ പാർട്ടികളെ ഒന്നിച്ചു നിർത്താൻ ശ്രമിക്കും. അതിനപ്പുറത്തേക്ക് പാർട്ടിയുടെ പ്രധാന അജണ്ട എന്നുള്ളത് പാർട്ടിയുടെ തന്നെ സ്വതന്ത്രമായ ശക്തി വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. അതിനാവശ്യമായ മാർഗനിർദ്ദേശങ്ങളാണ് ഈ ചർച്ചകളിൽ പാർട്ടി കോൺഗ്രസിൻ്റെ ഭാഗമായി നടക്കുന്ന ചർച്ചകളിൽ ഉയർന്നു വരുന്നത് എന്നും ബൃന്ദ കാരാട്ട് വിശദീകരിച്ചു. ഇതോടൊപ്പം തന്നെ കേരളത്തിലെ ആശാ സമരവുമായി ബന്ധപ്പെട്ട് ഉയർന്ന ചോദ്യത്തോട് രാജ്യത്ത് എല്ലായിടത്തും തന്നെ ആശാ വർക്കേഴ്സ് സമരത്തിലാണ് എന്നും കേരളത്തിലും സമാനമായ പ്രശ്നങ്ങൾ തന്നെയാണ് കേരളത്തിൽ ഉള്ളത്. കേരളത്തിൽ ഇത്തരത്തിൽ ആശാ വർക്കേഴ്സിൻ്റെ സമരത്തിൻ്റെ വേദി ദുരുപയോഗപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന പരാമർശവും ബൃന്ദ കാരാട്ട് ഈ വാർത്താ സമ്മേളനത്തിൽ നടത്തി. ഒപ്പം തന്നെ ആശാ വർക്കേഴ്സിനെ സർക്കാർ ജീവനക്കാരായും തൊഴിലാളികളായും അംഗീകരിക്കണം എന്നുള്ളതാണ് പാർട്ടിയുടെ നിലപാട് എന്നും ബൃന്ദ കാരാട്ട് വിശദീകരിച്ചു. ശ്രീനിത, ശരി. മധുരയിൽ നിന്ന് ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത്.